നമസ്കാരം. ഇന്ന് കൽക്കത്തയുടെ കഥയാണ് പറയാൻ പോണത്. ഒരു പാലത്തിനടിയിൽ, തിരക്ക് പിടിച്ച പട്ടണത്തിനടിയിൽ കുറേ പ്രായം ചെന്ന ആളുകൾ ചെസ്സ് കളിക്കുന്ന ആ നിമിഷത്തിൽ കറുപ്പും വെളുപ്പുമായ കരുക്കൾ പറയുന്ന കഥകൾ പോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബൊക്കാറോയിലെ ഇൻക്ലൂസീവിൻ്റെ പരിപാടികൾ കഴിഞ്ഞപ്പോഴേക്കും ടി വിയിൽ മുഴുവൻ നിറഞ്ഞു കാണുന്നത് അടുത്ത ദിവസങ്ങളിൽ വെസ്റ്റ് ബംഗാളിലും ഒഡീഷയിലും ആഞ്ഞടിക്കാൻ പോകുന്ന ദാന ചുഴലിക്കാറ്റിനെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമായിരുന്നു. അടുത്ത യാത്ര കൽക്കത്തയിലേക്കാണ്, വെസ്റ്റ് ബംഗാളിലേക്ക്. വാർത്ത കേട്ടിട്ട് സംഘത്തിലെല്ലാവർക്കും നാട്ടിൽ നിന്നും തുരുതുരെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭുവനേശ്വറിലെയും കൽക്കത്തയിലെയും എയർപോർട്ടുകളെല്ലാം അടച്ചു എന്നും ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമൊക്കെയുള്ള വാർത്ത ഇന്ത്യയിൽ മുഴുവൻ ടി വിയിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളും ഇത്തിരി അങ്കലാപ്പിലായി. ഇനി എങ്ങോട്ടാണ് ഞങ്ങൾ പോവുക? കൽക്കത്തയിലുള്ള സുഹൃത്ത് പൊന്നാനിക്കാരനായ ഗോപാലേട്ടനെ വിളിച്ചു. നിങ്ങളിങ്ങോട്ട് ധൈര്യമായിട്ട് പോര്, എവിടെയെങ്കിലും ബ്ലോക്ക് ആവുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന ഗോപാലേട്ടൻ്റെ ആ ഒരു ധീരവചനങ്ങൾ കേട്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പുറപ്പെട്ടു. ഞാൻ ഈ ഗോപാലേട്ടൻ എന്ന് വിളിക്കുന്ന TK ഗോപാലിനെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കൽക്കത്തയിലും കല്യാണിയിലും ഒക്കെയുള്ള ഗാർഡൻ സ്കൂളിൻ്റെ CEO ആണ് ഗോപാലേട്ടൻ. കാലങ്ങളായിട്ടുള്ള എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ സഹോദരനാണ്. സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിക്ക് കീഴിലുള്ള കൽക്കത്തയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതോടൊപ്പം തന്നെ കല്യാണിയിലെയും കൽക്കത്തയിലെയും ഈ വിദ്യാലയങ്ങളുടെ നേതൃത്വത്തിലുമാണ് ഞങ്ങൾക്ക് ഇൻക്ലൂസീവ് ഇന്ത്യ പരിപാടി അവതരിപ്പിക്കേണ്ടത്. പക്ഷേ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയാണ്. പാതി വഴിയിലെത്തിയതോടെ പകൽ നേരത്തും ആകെ ഇരുട്ട് മൂടാൻ തുടങ്ങി. കൽക്കത്തയിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ രാത്രി 10 മണി. മഴ പെയ്യുന്നുണ്ട്. കേരള സമാജത്തിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾക്ക് താമസമൊരുക്കിയിരുന്നത്. ഒരു പാണ്ഡെയാണ് ഗസ്റ്റ് ഹൗസിൻ്റെ സൂക്ഷിപ്പുകാരൻ. ഇയാളെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അയാൾ അങ്ങോട്ട് പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി. മുമ്പ് കൽക്കത്തയെ കലക്കി മറിച്ച കൊടുങ്കാറ്റിനെക്കുറിച്ച് പാണ്ഡെ ഇങ്ങനെ പറഞ്ഞ് കയറുകയാണ്. അപ്പോഴും പുറത്ത് മഴ പെയ്യുന്നുണ്ട്, കാറ്റിൻ്റെ ചൂളം വിളി കേൾക്കുന്നുണ്ട്. ടി വിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതും മരങ്ങളിങ്ങനെ കടപുഴകി വീഴുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. പാണ്ഡെ പറയുന്നതിൽ മുഴുവൻ അന്ധവിശ്വാസങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് കൽക്കത്തയിൽ കൊടുങ്കാറ്റ് വരുന്നത് കാളിയുടെ കളിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം കാളിയുടെ കാല് കാറ്റായിട്ട് വരും, പിന്നെ ഉടൽ മിന്നലായിട്ടും ഇടിയായിട്ടും വരും, പിന്നെ കാളി ഒന്നായിട്ട് ഇളകി പ്രളയമായിട്ട് വരും. അതോടെ കൽക്കത്ത പട്ടണത്തിലെ കെട്ടിടങ്ങളുടെ എല്ലാം മേൽക്കൂരകൾ പറന്നു പോവും. ഒരുപാട് ആളുകൾ ഇടിഞ്ഞു വീഴുന്ന ചുമരുകൾക്കിടയിൽ കിടന്ന് ഞെരിഞ്ഞമർന്ന് മരിച്ചു പോവും. ഇങ്ങനെ ഞങ്ങൾ പേടിപ്പിക്കുകയാണ്. എന്തായാലും അന്നത്തെ ഉറക്കം കെടുത്താൻ വേണ്ടിയിട്ട് പാണ്ഡെയുടെ കഥകൾ മാത്രം മതിയായിരുന്നു. കൽക്കത്തയിൽ ഈ പാണ്ഡെയെ പോലെ അന്ധവിശ്വാസത്തിൻ്റെ തിമിരം ബാധിച്ച ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ടാണല്ലോ കൽക്കത്തയിലെ കാളിഘട്ടിൽ ഇപ്പോഴും മൃഗബലി ഇഷ്ടം പോലെ നടക്കുന്നത്. ഈ കാളിഘട്ടിലേക്ക് ക്യാമറയും കൊണ്ട് പോകാൻ ഞങ്ങളൊരു ശ്രമം നടത്തി. പക്ഷേ അവർ സമ്മതിച്ചില്ല. പിടിതരാത്ത വല്ലാത്തൊരു പട്ടണമാണ് കൽക്കത്ത. പണക്കാരനും പരമദരിദ്രനും അവിടെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കാം. തിരക്ക് പിടിച്ച റോഡുകളിലൂടെ നമ്മൾ ഇങ്ങനെ മനുഷ്യരെ തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷാ വണ്ടികൾ കാണുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത കഷ്ടം തോന്നും. ഇന്നും അതവിടെയുണ്ട്. കൽക്കത്ത കാണുമ്പോൾ ഈ ബിമൽ മിത്രയുടെ ചലോ കൽക്കത്ത എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ആലോചിക്കണം, രവീന്ദ്രനാഥ ടാഗോറും ശ്രീരാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദനും സുഭാഷ് ചന്ദ്രബോസും ജഗദീഷ് ചന്ദ്രബോസും ഈശ്വര വിദ്യാസാഗറും സത്യജിത്ത് റായിയും PC സർക്കാരും ഒക്കെ കെട്ടിപ്പടുത്ത ആ കൽക്കത്തയുടെ സംസ്കാരം പക്ഷേ ഇന്ന് ഒരുപാട് പിന്നിലാണ്. രാത്രി ആ പട്ടണത്തിലൂടെ വെറുതെ ഒന്ന് ഇറങ്ങി നടന്നു. എന്തൊക്കെ അനുഭവങ്ങളായിരുന്നു അറിയോ? അതിനിടയ്ക്ക് ഒരു ദൃശ്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ആ പട്ടണത്തിന് നടുവിൽ ഒരു പാലത്തിനടിയിൽ കുറേ പ്രായം ചെന്ന ആളുകളിരുന്ന് ചെസ്സ് കളിക്കുന്നു. തൊട്ടടുത്ത് നടക്കുന്ന ബഹളങ്ങളോ വാഹനങ്ങളുടെ ഹോണടിയോ ഒന്നും ശ്രദ്ധിക്കാതെ അവരതിൽ മാത്രം മുഴുകിയിരിക്കുന്നു. ഞാൻ കുറേ നേരം അവരെ നോക്കി അവിടെ അങ്ങനെ നിന്നു. ഈ ജോസഫ് അഡിസൺ പറഞ്ഞതുപോലെ സന്തോഷമായിരിക്കുവാൻ ഏറ്റവും വേണ്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരിക്കുക എന്നും എന്തിലെങ്കിലുമൊക്കെ പ്രത്യാശ പുലർത്തുക എന്നതുമാണ് ജോസഫ് അഡിസൺ പറഞ്ഞത്. നമ്മൾ പറയേണ്ട കാര്യം പറഞ്ഞില്ലേ? ഈ കൽക്കത്തയെ കലക്കി മറിക്കാൻ പോകുന്ന ചുഴലിക്കാറ്റിനെ കുറിച്ച്, അതിനെ എങ്ങനെ നേരിട്ടു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ തുടങ്ങിയത്. അറിയാതെ നമ്മുടെ കൽക്കത്തയുടെ ഈ പട്ടണങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയി. അപ്പോൾ കാറ്റും മഴയും നമുക്ക് നാളെ പറയാം.